ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ജരാസന്ധ വധം ഒക്കെ കഴിഞ്ഞിട്ട് യുധിഷ്ഠിരൻ രാജസൂയ യജ്ഞം നടത്താനായി തീരുമാനിച്ച കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിൻ്റെ ആവശ്യത്തിനായിട്ട് 4 സഹോദരന്മാർ 4 ദിക്കിലേക്കും യാത്രയായി എന്നതിനെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ഈ രാജസൂയ യജ്ഞം നടത്തുന്നതിൻ്റെ മുന്നോടിയായിട്ട് സകല രാജാക്കന്മാരെയും ഈ വിവരം അറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ 4 ദിക്കിലേക്കും 4 അനുജന്മാർ പോയത്. അവിടെ ചെന്നിട്ട് പറഞ്ഞു കഴിയുമ്പം അവരതിനെ അംഗീകരിക്കണം. ഓരോ ദേശത്തെയും രാജാക്കന്മാർ അതിനെ അംഗീകരിച്ചിട്ട് ഞങ്ങൾ ധർമ്മപുത്രരെ ചക്രവർത്തിയായി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് രത്നങ്ങളും ധനങ്ങളുമൊക്കെ സമ്മാനമായിട്ട് കൊടുക്കും. അതിനുശേഷം അവർ യാഗത്തിന് പങ്കെടുക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ചടങ്ങ്. അങ്ങനെ ധാരാളം രത്നങ്ങളും സ്വർണങ്ങളും ഒക്കെ തന്നെ ഈ അനുജന്മാർക്ക്, ഈ 4 അനുജന്മാർക്ക് ലഭിക്കുകയും അതെല്ലാം അവർ യുധിഷ്ഠിരൻ്റെ മുമ്പിൽ അർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സർവ്വരാജാക്കന്മാരും ധർമ്മപുത്രരുടെ മേൽക്കോയ്മയെ അംഗീകരിച്ചു. യാഗത്തിനുള്ള സർവ്വ ഒരുക്കങ്ങളും പൂർത്തിയായി. യാഗശാല, അതിഥി മന്ദിരങ്ങൾ, വിനോദശാലകൾ, ഭക്ഷണശാലകൾ, വിശ്രമശാലകൾ, നടപ്പന്തലുകൾ, പൂപ്പന്തലുകൾ, കാവൽ പന്തലുകൾ അവയെല്ലാം അതാതിൻ്റെ സ്ഥാനങ്ങളിൽ ഉയർന്നു. അങ്ങനെ യജ്ഞ ദിവസം അടുത്തു. രാജാക്കന്മാരെല്ലാവരും അവരവരുടെ പദവിക്കടുത്ത പരിവാരങ്ങളോടും ബന്ധുജനങ്ങളോടും കൂടി അവിടെ എത്തിക്കഴിഞ്ഞു. ഹരേ കൃഷ്ണ. ഈ ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലിങ്ങനെ കാണണം കേട്ടോ. അങ്ങനെ പാഞ്ചാലം, വിരാടം, വിദർഭം, മാന്ദ്രം, മഗധം, മാളവം, കൊങ്കണം, കോസലം, കേകയം, കപിലം, കാശി, നൈഷധം, അവന്തി, അയോധ്യ, അംഗം, വങ്കം, കലിംഗം, സിന്ധു, ചേതി, ചോളം, പാണ്ഡ്യം തുടങ്ങിയ സകല രാജ്യങ്ങളിലെ രാജാക്കന്മാരും വന്നു തുടങ്ങി. ലങ്കയിൽ നിന്ന് വിഭീഷണനാണ് വന്നത്. ഹസ്തിനപുരിയിൽ നിന്നും ധൃതരാഷ്ട്രരും ഗാന്ധാരിയും ദുര്യോധനനും തുടങ്ങിയ 100 പുത്രന്മാരും അവരുടെ പത്നിമാരും കർണൻ, ശല്യർ തുടങ്ങിയ ബന്ധുക്കളും അവരുടെ ഭാര്യമാരും ദ്രോണർ, കൃപർ തുടങ്ങിയ ഗുരുക്കന്മാരും പിതാമഹനായ ഭീഷ്മരും ശകുനി, വിതുരർ തുടങ്ങിയ ജ്ഞാനികളും കണിങ്കൻ തുടങ്ങിയ മന്ത്രിമാരും സേനാപതികളും എത്തിക്കഴിഞ്ഞു. മഗധ കാരാഗ്രഹത്തിൽ കിടന്ന് നരകിച്ച ഭഗവാൻ രക്ഷിച്ച ആ രാജാക്കന്മാർ മുഴുവനും വന്നു ചേർന്നു. അവർ അവരുടെ സ്ഥിതിക്കൊത്ത് ഉപഹാരങ്ങൾ ധർമ്മപുത്രർക്ക് സമർപ്പിച്ചു. വേദവ്യാസൻ, പരാശരൻ, പൈലൻ, സുമന്തു, ധൗമ്യൻ, ഭരദ്വാജൻ, ഗൗതമൻ, കണ്വൻ, അങ്കിരസ്, ദേവലൻ, മൈത്രേയൻ, കശ്യപൻ, അഗസ്ത്യൻ, ഗർഗൻ, വസിഷ്ഠൻ, നാരദൻ തുടങ്ങിയ മഹർഷിമാരും യാഗഹോത്രികളും പരികർമ്മികളും എത്തിച്ചേർന്നു. ദ്വാരകയിൽ പോയി അർജുനൻ പ്രത്യേകം ക്ഷണിച്ചതനുസരിച്ച് കൃഷ്ണനും പത്നിമാരും ബലരാമനും രേവതിയും ദേവകിയും വസുദേവരും യാദവ രാജാവായ ഉഗ്രസേനനും പ്രദ്യുപ്നൻ, സാമ്പൻ തുടങ്ങിയ കൃഷ്ണപുത്രന്മാരും സാത്യകി, സാത്യകൻ, സാരൺ, കൃതവർമാവ് തുടങ്ങിയ യാദവ പ്രമുഖന്മാരും ഉദ്ധവർ, അക്രൂരൻ തുടങ്ങിയ മന്ത്രിമാരും സേനാപതികളും മറ്റ് പൗരപ്രമാണികളായ വൃഷ്ണികളും ഭോജന്മാരും അന്ധകന്മാരും മഹർഷികളും മഹാബ്രാഹ്മണരും തുടങ്ങിയ ഒരു വലിയ യാദവ സമൂഹം
രഥങ്ങളിലും പല്ലക്കുകളിലും കയറി ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചേർന്നു. രാമകൃഷ്ണന്മാരെയും യദുകുല നായകന്മാരെയും ധർമ്മപുത്രർ തന്നെ ആദരവുകളോടെ സ്വീകരിച്ച് രമ്യങ്ങളായ മന്ദിരങ്ങളിൽ താമസിപ്പിച്ചു. കൃഷ്ണഭഗ്നിമാരെയും ദേവകി, രോഹിണി തുടങ്ങിയ മാതൃജനങ്ങളെയും പാഞ്ചാലിയും സുഭദ്രയും കൂടി എതിരേറ്റ് സ്വീകരിച്ചു. അന്തഃപുരത്തിൻ്റെ ചുമതല മുഴുവനും ദ്രൗപദിക്കായിരുന്നു. എല്ലാ കാര്യങ്ങളും ഭഗവാനോട് ആലോചിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ പ്രവർത്തിച്ചു. എവിടെയും കൃഷ്ണനുണ്ട്. 1000 കൃഷ്ണന്മാരുടെ സാന്നിധ്യം ഉള്ളതുപോലെ കാണികൾക്ക് തോന്നി. എല്ലാം വേണ്ടവണ്ണം ഏർപ്പാട് ചെയ്തതിനു ശേഷം ധർമ്മപുത്രർ ഭീഷ്മാദി ഗുരുജനങ്ങളുടെയും കൃഷ്ണന്റെയും മുനിപുങ്കവന്മാരുടെയും ആശീർവാദത്തോടുകൂടി പത്നീസമേതം യാഗദീക്ഷ ആചരിച്ചു. ഹരേ കൃഷ്ണ. ഹിന്ദുമതത്തിൽ ഭാര്യമാർക്ക് വലിയ സ്ഥാനമാണ് ഉള്ളത്. അത് നമുക്ക് രാമായണത്തിലായാലും ഭാഗവതത്തിലായാലും, അതായത് മഹാഭാരതത്തിലായാലും എവിടെയായാലും നമ്മുടെ പുരാണ കഥകളിലൊക്കെ ഐതിഹ്യങ്ങളൊക്കെ തന്നെ ഭാര്യമാർക്ക് വലിയ സ്ഥാനം, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വലിയ സ്ഥാനം കൊടുക്കുന്നുണ്ട്. അമ്മയ്ക്കായിക്കോട്ടെ ഭാര്യയ്ക്കായിക്കോട്ടെ ഒക്കെ തന്നെ വലിയ സ്ഥാനമാണ് കൊടുക്കുന്നത്. ഒരു പുരുഷൻ അവൻ ഇതുപോലെയുള്ള യജ്ഞങ്ങൾ സമർപ്പിക്കണമെങ്കിൽ ഭാര്യയുടെ സാന്നിധ്യം അത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പാഞ്ചാലിയോടുകൂടി ധർമ്മപുത്രർ ദീക്ഷ ആചരിച്ചത്. അടുത്ത ദിവസം യാഗം തുടങ്ങാൻ പോവുകയാണ്. പ്രഭാതത്തിൽ എല്ലാ ഗ്രഹങ്ങളും, അതായത് നവഗ്രഹങ്ങൾ, എല്ലാ ഗ്രഹങ്ങളും ശുഭരാശിയിൽ നിൽക്കുന്ന ആ ശുഭമുഹൂർത്തത്തിൽ വൈദിക ശ്രേഷ്ഠന്മാരും യജ്ഞഹോത്രികളും ഋഷീശ്വരന്മാരും ഒക്കെ ചേർന്ന് മംഗളവാദ്യഘോഷങ്ങളും ശംഖുനാദങ്ങളും മുഴക്കിക്കൊണ്ടിരിക്കെ യാഗകർമ്മങ്ങൾ തുടങ്ങി. സർവാത്മകനായ ഭഗവാൻ സർവ്വതിൻ്റെയും മേൽനോട്ടം വഹിക്കുകയാണ്. വിശാലമായ ശാലകളും പന്തലുകളും നെടുമ്പുരകളും മട്ടുപ്പാവുകളും എല്ലാം തന്നെ ജനാവലികളാൽ നിബിഡമായി ജനം തിങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ആ വലിയ യാഗമണ്ഡപത്തിൽ യാഗാഗ്നി തെളിഞ്ഞു. അങ്ങനെ വിശിഷ്ടവും വിപുലവുമായ വിധം നടന്നുകൊണ്ടിരിക്കുന്ന ധർമ്മപുത്രരുടെ രാജസൂയ യജ്ഞം എത്ര കാലം നീണ്ടു നിന്നു എന്ന് നിങ്ങൾക്കറിയാമോ? 34 മാസം. ഇത്ര ദീർഘകാലം ഇതിനു മുമ്പ് ഒരു രാജാവും ഈ ഭൂമിയിൽ രാജസൂയ യജ്ഞം നടത്തിയിട്ടില്ല. ശ്രദ്ധിക്കുക, 34 മാസമാണ് യുധിഷ്ഠിരന്റെ രാജസൂയ യജ്ഞം നടന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? സർവേശ്വരനായ ഭഗവാനാണ് മേൽനോട്ടക്കാരനായിരിക്കുന്നത്. എല്ലാം സർവേശ്വരൻ്റെ അനുഗ്രഹം. അത്രമാത്രമേ എല്ലാവരും വിചാരിച്ചിട്ടുള്ളൂ. മഹേന്ദ്രാദി ദേവകളും മഹർഷിമാരും യാഗത്തിൻ്റെ പരിസമാപ്തിയിൽ സന്തുഷ്ടരായി ഭവിച്ചു എന്നാണ് ഭാഗവതം പറയുന്നത്. എല്ലാവർക്കും സന്തോഷമായി, സകല ദേവതകൾക്കും സന്തോഷമായി. അത്ര മനോഹരമായ ദിവ്യമായ യാഗമാണ് അവിടെ നടന്നത്. ഇനി അവസാനമായി ഒരു ചടങ്ങുണ്ട്, അതായത് അഗ്രപൂജ. യജ്ഞം പൂർത്തിയാകണമെങ്കിൽ അഗ്രപൂജ കൂടി നടക്കണം. അതിനാരാണ് യോഗ്യൻ? ആരെയാണ് പൂജിക്കേണ്ടത്? എല്ലാവരും തമ്മിൽ ആലോചനയായി. മഹർഷികളും മഹാബ്രാഹ്മണരും എല്ലാവരുമുണ്ട്. അവരൊക്കെ തമ്മിൽ ആലോചിച്ചു. എല്ലാവർക്കും അറിയാം അതിനാരാണ് യോഗ്യൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ. പക്ഷേ ആരും ഒന്നും
മിണ്ടിയില്ല. എല്ലാവരുടെയും മനസ്സിൽ ആ ഒരൊറ്റ പേരേ ഉള്ളൂ. പക്ഷേ ആരും മിണ്ടുന്നില്ല. ആ സമയത്ത് സഹദേവൻ, പാണ്ഡവരുടെ ഇളയ സഹോദരനായ സഹദേവൻ മുമ്പോട്ട് വന്നു. എന്നിട്ട് എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇതിനെന്താണ് ഇത്ര ആലോചിക്കാനുള്ളത്? 3 ലോകങ്ങൾക്കും നാഥനായ സാക്ഷാൽ ശ്രീനാരായണൻ്റെ തിരു അവതാരമായ ശ്രീകൃഷ്ണ പരമാത്മാവ് ഇവിടെ പള്ളി കൊണ്ടരുളുമ്പോൾ അഗ്രപൂജയ്ക്ക് അർഹനായി അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനായി മറ്റാരാണ് ഉള്ളത്? സൂര്യൻ പ്രകാശിക്കുമ്പോൾ വെളിച്ചത്തിനു വേണ്ടി വിളക്കിനെ തേടുന്നത് പോലെയല്ലേ ഇത് എന്നാണ് സഹദേവൻ ഉപമിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ അജ്ഞന്മാരെ പോലെ പെരുമാറുന്നത്? ഭഗവാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ. ആ ഭഗവാനെ നോക്കാതെ, ആ ഭഗവാനെ കാണാതെ നമ്മൾ എന്തിനാണ് ഇരുട്ടത്തേക്ക് നോക്കുന്നത്? അതുകൊണ്ട് ആരും സംശയിക്കേണ്ട. അഗ്രപൂജയ്ക്ക് അർഹൻ ആ സനാതനമൂർത്തി തന്നെയാണ്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് അവരോധിച്ച് പൂജിക്കുക. ഇങ്ങനെ സഹദേവൻ എല്ലാവരും കേൾക്കെ പറയുകയാണ്. അപ്പോൾ ഹോത്രികളും ശാസ്ത്രികളും മഹർഷിമാരും എല്ലാവരും തന്നെ സഹദേവൻ്റെ അഭിപ്രായത്തിനോട് യോജിച്ചു. ഉടനെ ഭീഷ്മര് ധർമ്മപുത്രരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, യുധിഷ്ഠിര, ഇത് തന്നെയാണ് ശരി. അഗ്രപൂജയ്ക്ക് സർവദാ യോഗ്യൻ കൃഷ്ണൻ തന്നെ. അതുകൊണ്ട് തന്നെ അതങ്ങനെ തന്നെയാണ് നടക്കേണ്ടത് എന്ന് ഭീഷ്മർ ധർമ്മപുത്രരോട് പറഞ്ഞു. ധർമ്മപുത്രർക്ക് സന്തോഷമായി. അങ്ങനെ അദ്ദേഹം എഴുന്നേൽക്കുന്നു, സദസ്സിനെ ആകമാനം വന്ദിക്കുന്നു. അതിനുശേഷം ഹോത്രികളുടെ നിർദ്ദേശപ്രകാരം നിറഞ്ഞ ഭക്തിയോടുകൂടി ആ പുണ്യപുരുഷോത്തമനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഹിരണ്യപീഠത്തിൽ ഇരുത്തി. കൃഷ്ണൻ്റെ തൃപ്പാദങ്ങളെ പുണ്യതീർത്ഥങ്ങൾ സമർപ്പിച്ച് തൃപ്പാദങ്ങൾ കഴുകി ദിവ്യപുഷ്പങ്ങൾ അർപ്പിച്ചു, പൂജിച്ചു, സാഷ്ടാംഗം ദണ്ഡ നമസ്കാരം ചെയ്തു. മംഗളവാദ്യങ്ങൾ മുഴങ്ങി. ജയ ജയ കൃഷ്ണ, പ്രസീദ പ്രസീദ എന്ന് സദസ്യരെല്ലാവരും ഉച്ചത്തിൽ നാമം ജപിച്ചു. അങ്ങനെ കാർമുകിൽ വർണ്ണൻ്റെ തിരുമൗലിയിൽ ദേവലോകവാസികൾ പുഷ്പവൃഷ്ടി ചെയ്തു. യാഗപീഠത്തിലിരുന്ന കൃഷ്ണനെയും കൃഷ്ണപാദങ്ങളിൽ വീണ് നമസ്കരിച്ച് കണ്ണുനീരാൽ ഭഗവാന്റെ തൃപ്പാദങ്ങൾ കഴുകി അവ തുടച്ച് ധർമ്മപുത്രർ ആനന്ദം കൊണ്ടു. അതുകണ്ട് സദസ്യരെല്ലാവരും രോമാഞ്ചം പൂണ്ടു. നിങ്ങളുടെ മനസ്സിൽ ആ രൂപം സങ്കല്പിക്കുക. ഭഗവാൻ ഹിരണ്യപീഠത്തിലിരിക്കുന്നു. ധർമ്മപുത്രർ ഭഗവാനെ പൂജിക്കുന്നു. അതിമനോഹരമായ കാഴ്ച. ആ സമയം സദസ്സിലിരുന്ന ചേതിരാജാവായ ശിശുപാലൻ ചാടി എഴുന്നേറ്റു ദേഷ്യം വന്നിട്ട്. എന്നിട്ട് അങ്ങ് അസഭ്യം പറയാൻ തുടങ്ങുകയാണ്. പാണ്ഡവരെയും കൃഷ്ണനെയും നിന്ദിക്കുന്നു. കൃഷ്ണപിതാവായ വസുദേവരുടെ സഹോദരീപുത്രനാണ് ആര്? ശിശുപാലൻ. പക്ഷേ കൃഷ്ണൻ്റെ ശത്രുവാണ്. വസുദേവരുടെ സഹോദരിയുടെ മകനാണ്. പക്ഷേ ദേഷ്യമാണ്. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, തന്ത നോക്കിയിരിക്കെ മറ്റുള്ളവരെ പ്രാപിച്ചു നേടിയെടുത്ത പിഴച്ച സന്തതികളായ ഈ നാണം കെട്ട പാണ്ഡവർ ഇതല്ല, ഇതിനപ്പുറവും ചെയ്യും. പിറവിയിൽ പിഴച്ചുപോയാൽ പിന്നെ അവർക്ക് അഭിമാനമുണ്ടാകുമോ? മഹാന്മാരായ മഹീപതികളെ ക്ഷണിച്ചു വരുത്തി ഇത്രത്തോളം അപമാനിക്കുമെന്ന് ഞാൻ കരുതിയില്ല.
യോഗ്യന്മാരായ അനവധി രാജാക്കന്മാരും മഹർഷിമാരും ഈ സദസ്സിലിരിക്കുമ്പോൾ അവരെയെല്ലാം അവഗണിച്ചുകൊണ്ട് കള്ളനായ ഒരു ഇടയന്റെ കാലു കഴുകി അവൻ അഗ്രപൂജ നൽകി. അതോർക്കുമ്പോൾ തന്നെ ഈ യാഗത്തിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ യാഗം ചെയ്തവർ തന്നെ അതിൻ്റെ പരിശുദ്ധി നശിപ്പിച്ചിരിക്കുന്നു. കള്ളനും സ്ത്രീലമ്പടനുമായ ഇവനെയാണോ നിങ്ങൾ പൂജിക്കുന്നത്? കഷ്ടം, കഷ്ടം, കഷ്ടം. ഇതിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അപമാനകരം തന്നെ. ഇങ്ങനെയൊക്കെ ഈ ശിശുപാലൻ പറയുകയാണ്. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, ഇത്ര ഉന്നതമായ അഗ്രപൂജ സമർപ്പിക്കുവാൻ ഈ അധമനിൽ എന്തു യോഗ്യതയാണ് നിങ്ങൾ കണ്ടത്? ഒന്നുകിൽ ബ്രാഹ്മണനായിരിക്കണം, അല്ലെങ്കിൽ രാജാവായിരിക്കണം. ഇവ രണ്ടുമില്ലെങ്കിൽ കുലമഹിമ അതെങ്കിലും വേണം. ഇവയിലേതെങ്കിലും ഇവനുണ്ടോ? വെറും തട്ടിപ്പും കൊണ്ട് നടക്കുന്ന ഒരു മായാവി. ഇവൻ്റെ യോഗ്യതകൾ കേട്ടാൽ കേൾക്കുന്നവർക്ക് പോലും നാണക്കേട് തോന്നും. ഏതു സ്ത്രീയെ കണ്ടാലും പ്രായമോ തരമോ നോക്കാതെ അവരെയൊക്കെ ഭോഗിക്കുന്ന ഒരു കാമലമ്പടൻ. ആ കൂനു പിടിച്ച കുബ്ജ കിളവിയെ പോലും ഇവൻ വെറുതെ വിട്ടില്ല. ഗോപസ്ത്രീകളെ മുഴുവൻ കളിപ്പിച്ചു, അവരുടെ ചാരിത്രം കൊള്ള ചെയ്തു. എന്നിട്ട് അവസാനം കണ്ണുനീരും കയ്യുമായി അവരെ ആട്ടി ഓടിച്ചു. കുളിച്ചുകൊണ്ട് നിന്ന പെണ്ണുങ്ങളുടെ വസ്ത്രം വാരിയെടുത്ത് അവരെ പരിപൂർണ നഗ്നകളാക്കി നിർത്തി അവരുടെ ശരീരം നഗ്ന ശരീരം കണ്ടു രസിച്ച ആഭാസനാണിവൻ. സ്വന്തം അമ്മാവനെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊന്ന കൊടും പാതകി. മുല കൊടുക്കുവാൻ വന്ന ഒരു പാവം സ്ത്രീ, ആ സ്ത്രീയുടെ പ്രാണൻ വലിച്ചു കുടിച്ച് അവളെ കൊന്ന പരമദുഷ്ടൻ, സ്ത്രീഘാതകൻ. വളർത്തിയ അമ്മയെയും അച്ഛനെയും മറന്ന നന്ദി കെട്ടവൻ. ഇപ്പോൾ ഈ വിഡ്ഢികളായ പാണ്ഡവരോട് ഇവൻ അടുത്തു കൂടിയിരിക്കുന്നത് അവരുടെ ഭാര്യയായ പാഞ്ചാലിയെ തട്ടിക്കൊണ്ടു പോകാനാണ്. അവൾക്കും താല്പര്യം കാണും. 5 പേരുടെ ഭാര്യയല്ലേ, ഇനി 6ാമതൊരാൾ കൂടി ഉണ്ടായാൽ അവൾക്കെന്താണ്? അവൾക്കതും സന്തോഷം. എത്ര രാജാക്കന്മാരും മുനിപുങ്കവന്മാരും ഇരിക്കുന്നു ഈ സദസ്സിൽ. അവരുടെ മുമ്പിൽ വെച്ച് ഈ അനീതി കാണിച്ചപ്പോൾ ഒന്ന് മിണ്ടാൻ പോലും അവരുടെ നാവ് അനങ്ങിയില്ലല്ലോ. എന്തൊരു കഷ്ടമാണിത്! കണ്ട പെണ്ണുങ്ങളുടെ പാലും വെണ്ണയും കട്ടു തിന്നു നടന്ന, കണ്ട പെണ്ണുങ്ങളെ കണ്ടമാനം അപമാനിച്ചു നടന്ന കള്ളനും കാമഭ്രാന്തനുമായ ഈ കൃഷ്ണനെയാണോ അഗ്രപൂജയ്ക്ക് തിരഞ്ഞെടുത്തത്? ഇവനാണോ യോഗ്യൻ? അരയന്നത്തെ വെടിഞ്ഞ് കള്ളക്കാക്കയ്ക്ക് മാലയിട്ടതുപോലെയാണിത്. 16,000 പെണ്ണുങ്ങളെ അന്തഃപുരത്തിലിട്ട് കണ്ണുനീര് കുടിപ്പിക്കുന്ന ഇവനാണോ അഗ്രപൂജയ്ക്ക് യോഗ്യൻ? എൻ്റെ കാമിനിയായ രുക്മിണിയെ ബലാത്കാരം ചെയ്ത് തട്ടിക്കൊണ്ടുപോയ ഈ അധർമ്മിയാണോ അഗ്രപൂജയ്ക്ക് യോഗ്യൻ? പതിവ്രതകളെ ദ്രോഹിക്കുന്ന പാതകിയാണിവൻ. ഇവന് വേദജ്ഞാനമുണ്ടോ? വിജ്ഞാനമുണ്ടോ? ജാതിയുണ്ടോ? വർണ്ണമുണ്ടോ? ബ്രാഹ്മണനും ചണ്ടാലനും ഇവന് തുല്യനാണ്. പട്ടിയെയും പശുവിനെയും ഒന്നുപോലെ കാണുന്ന പാമരനാണ് ഇവൻ. ഇവന് വീടുണ്ടോ? ഇവന് നാടുണ്ടോ? നാട്ടിൽ നിന്ന് ഓടിപ്പോയി കടലിലെങ്ങാണ്ടോ കഴിയുന്ന ഇവനെയാണോ പൂജിക്കുന്നത്? ഇവൻ്റെ പുറത്തെ കറുപ്പ് ഇവൻ്റെ ഉള്ളിലുമുണ്ട്. എട്ടും പൊട്ടും തിരിയാത്ത സഹദേവന്റെ അഭിപ്രായത്തിന് സമ്മതം മൂളിയ വയോവൃദ്ധനായ ഭീഷ്മരുടെ ബുദ്ധിയും കെട്ടുപോയോ? ഈ പിഴച്ച പാണ്ഡവരുടെ അമ്മ കുന്തിയും എൻ്റെ അമ്മ ശ്രുതസ്രവസും നേരെ ജ്യേഷ്ഠത്തി അനുജത്തിമാരാണ്. പക്ഷെ എന്ത് പ്രയോജനം? പാണ്ഡവർ മിത്രങ്ങളാണെന്ന് ഭാവിക്കുവാൻ എനിക്ക് നാണക്കേടാണ്. വെറുതെയല്ല ദുര്യോധനൻ ഇവരെ ആട്ടി പുറത്താക്കിയത്. ഇങ്ങനെയൊക്കെ ഈ ദുഷ്ടൻ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ എല്ലാവരും ചെവി പൊത്തി. ഹരേ കൃഷ്ണ, നിങ്ങൾക്കും ചെവി പൊത്താൻ തോന്നുന്നില്ലേ? ഇങ്ങനെ ചെവി പൊത്തി എല്ലാവരും. എന്നിട്ട് എല്ലാവരും ഭഗവാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഭഗവാൻ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ചെന്താമരവദനത്തിൽ കോപത്തിൻ്റെ ചുവന്ന നിറം
പടർന്നു കയറുന്നത് ധർമ്മപുത്രർ കണ്ടു. അദ്ദേഹത്തിൻ്റെ മുഖം ചുമന്ന് ചുമന്ന് വരുന്നു. അതാര് കണ്ടു? ധർമ്മപുത്രർ കണ്ടു. അദ്ദേഹം പേടിച്ചു. നിർത്തടാ നിന്റെ പേവാക്കുകൾ എന്നൊരു ഗർജനം. എല്ലാവരും ഞെട്ടി തിരിഞ്ഞു നോക്കി. ആരാണ് ഗർജിക്കുന്നത്? അർജുനൻ. അർജുനനാണ് ഇങ്ങനെ പറഞ്ഞത്. അർജുനൻ മുമ്പോട്ട് വന്നു. എന്നിട്ട് അർജുനൻ പറയുകയാണ്, നിർത്തടാ നിന്റെ ദുർഭാഷണം. നിന്റെ അഹങ്കാരം കാണിക്കേണ്ടുന്ന സ്ഥലം ഇതല്ല. ഇനിയും നീ വാ തുറന്നാൽ എൻ്റെ അസ്ത്രം കൊണ്ടായിരിക്കും ഞാനതിന് മറുപടി പറയുന്നത്. ഇങ്ങനെ അർജുനൻ ഉഗ്രമായ സ്വരത്തോടുകൂടി ശിശുപാലൻ്റെ മുഖത്തു നോക്കി പറഞ്ഞു, എന്ത്? നീ അസ്ത്രം കൊണ്ട് മറുപടി പറയുമെന്നോ? എന്നാൽ അത് തന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ശിശുപാലൻ വാളും എടുത്തുകൊണ്ട് തേരിൽ ചാടിക്കയറുന്നു. ഹരേ കൃഷ്ണ, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ആ സമയം സാക്ഷാൽ വൈകുണ്ഠപതിക്ക് എന്തു മാറ്റമാണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ കേട്ടുകൊള്ളുക. ഭഗവാന്റെ തൃക്കണ്ണുകൾ തീക്കട്ട പോലെ ചുവന്നു. കായാമ്പൂ നിറം കവർന്ന തിരുവുടൽ വിറച്ചു. 100 കോടി സൂര്യപ്രഭ ആ ഭഗവാന്റെ ശരീരത്തിൽ നിന്നും ചിന്നിച്ചിതറി. ആർക്കും നേരെ നോക്കാൻ സാധിച്ചില്ല. അത്ര വലിയ ഒരു പ്രഭാപൂരമായിരുന്നു അവിടെ കാണാൻ സാധിച്ചത്. പല അത്ഭുത ഭാവവ്യത്യാസങ്ങളും ഭഗവാനിൽ കാണുകയാണ്. എല്ലാവരും ഭയന്നു. ഭഗവാന്റെ ഈ ഭാവപകർച്ചകൾ കണ്ട് മാമുനികളും മഹാബ്രാഹ്മണരും എഴുന്നേറ്റു നിന്ന് കൈകൂപ്പി, വിശ്വംഭരൻ്റെ വിശ്വരൂപം ദൃശ്യമാവുകയാണോ എന്നുപോലും മുനികൾ സംശയിച്ചു. യുധിഷ്ഠിരൻ ഭയന്നു. അദ്ദേഹം ഭീഷ്മരോട് ചോദിച്ചു, മുത്തച്ഛ, ഭഗവാനിൽ കാണുന്ന ഈ ഭാവവ്യത്യാസം എന്താണ്? എനിക്ക് ഭയമാകുന്നു. അപ്പോൾ ഭീഷ്മർ ശാന്തനായി പറഞ്ഞു, ധർമാത്മജ, ഭയപ്പെടേണ്ട. ക്രോധവിവശനായപ്പോൾ ഭഗവാനുണ്ടായ ഒരു അവസ്ഥാവിശേഷമാണിത്. ധർമ്മസംസ്ഥാപനാർത്ഥം ദേവകീപുത്രനായി അവതരിച്ചിരിക്കുന്ന കൃഷ്ണൻ സാക്ഷാൽ വൈകുണ്ഠപതിയായ വിഷ്ണുവാണ്. അദ്ദേഹത്തിൻ്റെ രഹസ്യം ആർക്കും അറിഞ്ഞുകൂടാ. ബ്രഹ്മനായതും ശിവനായതും വിഷ്ണുവായതും ഇവൻ തന്നെയാണ്. പണ്ട് സനകാദി മുനികളുടെ ശാപഫലമായി വൈകുണ്ഠ ഗോപുര ദ്വാരപാലകന്മാരായിരുന്ന ജയനും വിജയനും 3 ജന്മം അസുരന്മാരായി ജനിച്ച് ഭഗവാന്റെ തൃക്കൈകളാൽ മരണം പ്രാപിച്ച് മുക്തി അടയണം എന്നുള്ള ശാപം ഉണ്ടായിരുന്നു. ആ ശാപമോചനത്തിനു വേണ്ടി ഹിരണ്യകശിപുവായും ഹിരണ്യാക്ഷനായും രാവണനായും കുംഭകർണനായും പിറന്ന് അവർ ഭഗവാനാൽ വധിക്കപ്പെട്ടു. 3ാമത്തെ ജന്മത്തിൽ ശിശുപാലനായും ദന്തവക്ത്രനായും അവരിപ്പോൾ പിറന്നിരിക്കുകയാണ്. തൃക്കൈ കൊണ്ട് ഭഗവാൻ അവരെ വധിച്ച് അവർക്ക് സായുജ്യം നൽകുന്നതാണ്. അങ്ങനെയുള്ള ശിശുപാലൻ്റെ വധത്തിനു വേണ്ടിയിട്ടാണ് പുണ്യപുരുഷോത്തമൻ ഈ രൗദ്രഭാവം കൈക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് ഭീഷ്മർ യുധിഷ്ഠിരനെ സമാധാനപ്പെടുത്തി. യുധിഷ്ഠിരൻ സമാധാനിച്ചു. ആ സമയം പല ദുർനിമിത്തങ്ങളും കാണപ്പെട്ടു. നാരദൻ യുധിഷ്ഠിരൻ്റെ അടുത്തു വന്ന് ഇങ്ങനെ പറഞ്ഞു, യുധിഷ്ഠിര, ഭയപ്പെടേണ്ട. ഈ കാണുന്ന കാര്യങ്ങളൊന്നും തന്നെ അങ്ങയുടെ യാഗത്തെ സംബന്ധിച്ചിട്ടുള്ള ദുർനിമിത്തങ്ങളല്ല. ശിശുപാലനെ ഭഗവാൻ ഇന്ന് വധിക്കും. അതിൻ്റെ ദുർലക്ഷണങ്ങളാണ് ഈ കാണുന്നത്. അങ്ങയുടെ യാഗത്തെ ഇതൊന്നും ബാധിക്കുകയില്ല.
അഗ്രപൂജയോടുകൂടി അത് അതിൻ്റെ പരിസമാപ്തിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വധവും യാഗവുമായി അതിന് യാതൊരു ബന്ധവും ഇല്ല. വധം മൂലം യാഗത്തിന് ഒരു ഭംഗിയും കുറയുകയുമില്ല. സമാധാനപ്പെടുക, എല്ലാം ഭഗവാന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ് നാരദൻ യുധിഷ്ഠിരനെ സമാധാനിപ്പിച്ചു. ആ സമയം ഭഗവാന്റെ ആ ചുവന്ന നയനങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന അതിശക്തമായ പ്രഭ, രൗദ്രങ്ങളായ ഭാവവ്യത്യാസങ്ങൾ, രൂപവൈവിധ്യങ്ങൾ, ഇവയെല്ലാം കണ്ട് ജനങ്ങൾ ഭയപ്പെട്ടു. ജനങ്ങൾ ഭഗവാന്റെ തിരുനാമങ്ങൾ വാഴ്ത്തി സ്തുതിച്ചു. മാമുനികളും ഭഗവാൻ ശാന്തനായി തീരുവാൻ പ്രാർത്ഥിച്ചു. ലോകനാഥ, ഈ രൂപം ഉപസംഹരിക്കണമേ എന്ന് ധർമ്മപുത്രർ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. ഭഗവാൻ പെട്ടെന്ന് തന്നെ തൻ്റെ രഥത്തിൽ ചാടിക്കയറി ശിശുപാലനെ ഇന്നു തന്നെ വധിക്കണം എന്ന് ഭഗവാൻ നിശ്ചയിച്ചു. മഹർഷികളും മഹീസുരന്മാരും ഭഗവാനെ വാഴ്ത്തിക്കൊണ്ട് നൃത്തം ചെയ്തു. സ്തുതിഗീതങ്ങൾ എല്ലാവരുടെയും കണ്ഠങ്ങളിൽ നിന്നും ഉയർന്നു. പാഞ്ചജന്യം ആകാശത്തെ ഭേദിക്കുമാറ് അത്യുച്ചത്തിൽ മുഴങ്ങി. ശിശുപാലനും കൃഷ്ണനും തമ്മിൽ ഉഗ്ര സമരത്തിന് ഒരുങ്ങുന്നു. ഇങ്ങനെ കണ്ട് അർജുനൻ ഗാന്ധീവം എന്ന തൻ്റെ വില്ല് കയ്യിലെടുത്ത് കുലച്ചു. ഭീമൻ ഗദയെടുത്തു. നകുലനും സഹദേവനും ആയുധധാരികളായി നിന്നു. ഹരേ കൃഷ്ണ. സ്ത്രീജനങ്ങളുടെ ഇടയിൽ നിന്നും വീരാംഗനകളായ ഭാമയും സുഭദ്രയും നിർഭയം മുമ്പോട്ടടുത്തു. ശിശുപാലന്റെ ബന്ധുരാജാക്കന്മാരും യുദ്ധത്തിനു തയ്യാറായി ആയുധങ്ങൾ ധരിച്ചു. ഈ സമയം ഒരു യുദ്ധം നടന്നാൽ അത് ധർമ്മപുത്രരുടെ യാഗത്തിന് കളങ്കമുണ്ടാക്കും. അതുകൊണ്ട് യുദ്ധം കൂടാതെ ശിശുപാലനെ വധിക്കണം എന്നു കരുതി സർവേശ്വരനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ സുദർശനത്തെ തൻ്റെ തൃക്കൈയിൽ ആവാഹിച്ചു. ആ സുദർശനം കൊണ്ട് ശിശുപാലൻ്റെ കഴുത്ത് മുറിച്ചു. ആ സമയം അവൻ്റെ തലയേറ്റ് ഉടൽ ഭൂമിയിൽ വീഴുകയും ഒരു നവ്യപ്രകാശത്തോടു കൂടി അവൻ്റെ ആത്മാവ് വൈകുണ്ഠപദം പ്രാപിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ശിശുപാലൻ്റെ വധം കണ്ട് വൈരാഗ്യത്തോടു കൂടി അവൻ്റെ കൂട്ടുകാരായ ചില രാജാക്കന്മാർ യുദ്ധത്തിന് ഒരുങ്ങി എങ്കിലും പെട്ടെന്ന് തന്നെ അവർക്കൊരു ഭയം തോന്നുകയും അവർ ഓടിപ്പോവുകയും ചെയ്തു. അതിനുശേഷം ശിശുപാലൻ്റെ മൃതശരീരം സർവവിധ രാജപദവികളോടും കൂടി ചേതി രാജ്യത്തിലേക്ക് അയക്കുവാനും അവൻ്റെ പുത്രന്മാരെ കൊണ്ട് ശ്രേഷ്ഠമായ ക്രിയാദി പിതൃകർമ്മങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ വിധം നടത്തുവാനും കൃഷ്ണൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. അതിനുശേഷം യാഗഹോത്രികൾക്കും പരികർമ്മികൾക്കും അതിനു സഹായിച്ച ഋഷികൾക്കും നാരദൻ, വസിഷ്ഠൻ, കശ്യപൻ, കണ്വൻ, ധൗമ്യൻ, ഭരദ്വാജൻ, വ്യാസൻ, പരാശരൻ തുടങ്ങിയ മുനിശ്രേഷ്ഠന്മാർക്കും ആരണശ്രേഷ്ഠന്മാർക്കും മുനിശിഷ്യഗണങ്ങൾക്കും ദക്ഷിണകളും ദാനങ്ങളും നൽകി. ബന്ധുമിത്രാദികളും ഒരുമിച്ച് അവഭൃത സ്നാനവും കഴിച്ച് യുധിഷ്ഠിരൻ മഹത്തായ രാജസൂയ യജ്ഞം മംഗളകരമായി അവസാനിപ്പിച്ചു. യാഗകാലമായ 34 മാസവും സാധുക്കൾക്ക് അന്നദാനം, ദ്രവ്യദാനം, വസ്ത്രദാനം മുതലായവ നൽകി അവരെയും അദ്ദേഹം സന്തോഷിപ്പിച്ചു. യാത്രാ അവസരത്തിൽ മഹർഷികൾ ധർമ്മപുത്രരെ അനുഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: മഹാത്മൻ, അങ്ങു നടത്തിയ ഈ രാജസൂയ യജ്ഞം പോലെ ഒരു മഹായാഗം ഇതേവരെ ആരും നടത്തിയിട്ടില്ല. അങ്ങ് ഉത്കൃഷ്ടനായി ഭവിച്ചിരിക്കുന്നു.
ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരൻ വിനയപൂർവം തൊഴുതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: മഹർഷീശ്വരന്മാരെ, എല്ലാം ഭക്തവത്സലനായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നടന്നു എന്നല്ലാതെ അടിയൻ എന്താണ് പറയാൻ സാധിക്കുക? ഇങ്ങനെ പറഞ്ഞ് യുധിഷ്ഠിരൻ എല്ലാവരെയും തൊഴുതു. അപ്പോൾ അകലത്തിൽ നിന്നിരുന്ന ചെന്താമര കണ്ണനെ നോക്കി ആ മുനീശ്വരന്മാർ കുറേ നേരം കൈകൂപ്പി നിന്ന് ധ്യാനിച്ചു. അതിഥികൾ ഓരോരുത്തരായി പിരിഞ്ഞു. രാമകൃഷ്ണന്മാരും പത്നിമാരും ദ്വാരകയിലേക്ക് പോയി. ഹരേ കൃഷ്ണ. ധർമ്മപുത്രരുടെ ഏറ്റവും ശ്രേയസ്കരമായ ഐശ്വര്യവും പ്രതാപവും സർവജനപ്രീതിയും കണ്ട് ഒരാൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആരാണയാൾ? ദുര്യോധനൻ. ദുര്യോധനന് വലിയ അസൂയയാണ് തോന്നിയത്. അതിനും പുറമേ മയൻ നിർമ്മിച്ച ആ പുരം കണ്ട് അവർക്ക് സ്ഥലജലഭ്രമം പോലും ഉണ്ടായി. അതായത് സാധാരണ സ്ഥലം കണ്ടാൽ അത് സാധാരണ സ്ഥലമാണെന്ന് തോന്നി നടക്കും. അപ്പോൾ അത് പക്ഷേ ജലമായിരിക്കും. എന്നാൽ ജലമുണ്ട് എന്ന് തോന്നുന്ന സ്ഥലത്തുകൂടി നടന്നാൽ അത് സാധാരണ നിലമായിരിക്കും. ഇങ്ങനെ അവർക്ക് പല അബദ്ധങ്ങളും ദുര്യോധനന് പറ്റിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ദുര്യോധനൻ്റെ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ, അതായത് ജലമാണെന്ന് കരുതി വസ്ത്രമൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആ കാഴ്ചയൊക്കെ കണ്ടപ്പോൾ ദ്രൗപദി കളിയാക്കി ചിരിക്കുകയും ചെയ്തു. ഭീമനും ചിരിച്ചു. ഇതൊക്കെ ആരുടെ മനസ്സിൽ കിടപ്പുണ്ട്? വൈരാഗ്യമായി ദുര്യോധനൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഇങ്ങനെയുള്ള വൈരാഗ്യത്തോടു കൂടിയും അല്പം അസൂയയോടുകൂടിയുമൊക്കെയാണ് ദുര്യോധനൻ തിരിച്ച് ഹസ്തിനപുരിയിലേക്ക് പോയത് എന്ന് ചിന്തിച്ചു കൊള്ളുക. ഹരേ കൃഷ്ണ. എത്ര മനോഹരമായ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്, കേട്ടത്. ഭഗവാന്റെ കാവൽക്കാരായിരുന്നു ആര്? ജയവിജയന്മാർ. ഈ ജയവിജയന്മാർക്ക് ശാപം ലഭിച്ച കഥ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലാണ് ആ കഥ ഉള്ളത്. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട് അത്. ഈ വൈശാഖ മാസം തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ പറയുന്ന കഥകളെല്ലാം തന്നെ, ഭാഗവതത്തിലെ കഥകളെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ ഒരു പ്രത്യേകം പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഭാഗവതവും വൈശാഖ മാസവും അങ്ങനെയൊരു പ്ലേലിസ്റ്റാണ്. ആ പ്ലേലിസ്റ്റിൽ ഇതുവരെ നമ്മൾ പറഞ്ഞ കഥകളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ അതെടുത്ത് വെച്ച് കേട്ടാലും മതി. അതിനകത്ത് ഈ കഥ വളരെ വിശദമായി നമ്മൾ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കേൾക്കണം, അറിയണം. ഭാഗവതമൊക്കെ നമ്മൾ ഇങ്ങനെ കഥാരൂപത്തിൽ വളരെ പ്രധാനപ്പെട്ട കഥകളൊക്കെ തന്നെ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കേൾക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ പേരുകളൊക്കെ നമ്മൾ മറന്നു പോകും. നമ്മളിതൊക്കെ പഠിക്കണം. അത് ഈ കലിയുഗത്തിൽ വളരെ ആവശ്യമാണ്. കാരണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ കഥകൾ പറയുന്നതും കേൾക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഒക്കെ തന്നെ ഭക്തിയുടെ ഭാഗമാണ്. അതൊക്കെ ഭക്തിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ കളങ്കങ്ങൾ ഒഴിവാക്കി തരും. ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ നശിക്കും. മോക്ഷം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. എന്തിനാണ് ഇനിയും ഈ ദുഷിച്ച ഈ യുഗത്തിൽ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യാനും തെറ്റുകൾ കാണാനും വീണ്ടും വീണ്ടും ജനിക്കുന്നത്? ഇനിയൊരു ജന്മം നമുക്ക് വേണ്ട. അതിനുവേണ്ടി നിരന്തരം നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക, ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, കഥകൾ കേട്ടുകൊണ്ടേയിരിക്കുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.